ദേ നിങ്ങളത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ കാര്യത്തിൽ ചുമ്മാ ഇങ്ങനെ ഇടപെടാൻ നിൽക്കില്ലത്. ഞാൻ എങ്ങനെ പോലെ നിങ്ങൾക്ക് എന്താണ്? ഞാൻ നിന്റെ അമ്മയാണ്, അപ്പോഴെനിക്ക് കുറച്ച് വിഷമം കാണും. ഓ നിങ്ങളൊക്കെ കുറെ ചെയ്തു വെച്ചതിൻ്റെ ബലമാണ് ഞാൻ ഇപ്പം കിടന്ന് അനുഭവിക്കുന്നത്. കുറെ കടം മാത്രമുണ്ട് ജീവിതത്തിൽ. ഞാനാടാ കട ഉണ്ടാക്കി വെച്ചത്, നീ ആയിട്ട് കടമൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ലേ? ഓ ഞാൻ തന്നെയാണ് ഇവിടെ മൊത്തത്തിൽ കടം ഉണ്ടാക്കിയിട്ട്, നിങ്ങളാരും ഒന്നും ചെയ്തുമില്ല പോരെ. നിങ്ങൾ എന്തിനാ ചുമ്മാ അമ്മയുടെ അടുത്ത് ദേഷ്യപ്പെടുന്നത്? അമ്മ എന്തോ ചെയ്തിട്ടാണ്? കുടിച്ചു കഴിഞ്ഞാൽ ആരുടെ അടുത്ത് എന്ത് സംസാരിക്കണം നിങ്ങൾക്ക് ഒരു ബോധവും ഇല്ലേ? ഡേയ് നീ കൂടുതൽ ഉപദേശിക്കാൻ പറഞ്ഞ ആരുടെ എങ്ങനെ സംസാരിക്കണമെന്ന് എനിക്കറിയാം. അതിപ്പോൾ ഞാൻ കണ്ടല്ലേ സ്വന്തം അമ്മയുടെ അടുത്ത് നിങ്ങൾ എങ്ങനെയാണ് സംസാരിക്കുന്നതെന്ന്. നിങ്ങൾക്ക് ഒന്നും അറിഞ്ഞൂടാ. ഭാര്യയുടെ അടുത്ത് എങ്ങനെ സംസാരിക്കണമെന്ന് അറിഞ്ഞൂടാ, അമ്മയുടെ അടുത്ത് എങ്ങനെ സംസാരിക്കണമെന്ന് അറിഞ്ഞൂടാ. ഒരു കാര്യം നന്നായിട്ട് അറിയാം, നല്ല രീതിയിൽ കുടിച്ചിട്ട് വന്നിട്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ നിങ്ങൾക്ക് അറിയാം. ഡാ നീ കൂടുതൽ എനിക്കിട്ട് ഉണ്ടാക്കാൻ പറ്റില്ലേ? ഞാൻ പറഞ്ഞ ജീവിക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ ജീവിച്ചാൽ മതി, അല്ലെങ്കിൽ ഇറങ്ങിപ്പോക്കോ. ഡാ നീ എന്താടാ കാണിച്ചത്? അതെ നിങ്ങൾ കൂടുതൽ അഭിപ്രായത്തിൽ പറയാൻ വേണ്ടി നിൽക്കണ്ട. ഇതെൻ്റെ കുടുംബ പ്രശ്നമാണ്, അതുകൊണ്ടേ വെളിയിൽ നിന്നുള്ള ആരുടെ അഭിപ്രായം ഞാൻ ചോദിച്ചില്ല. അമ്മ നിങ്ങൾക്ക് പ്രാന്താണ്. അമ്മ ഇതിനിടപെടേണ്ട, അമ്മ പൊക്കോ. ഇതിനെല്ലാം ഒരു ദിവസം നിങ്ങൾ അനുഭവിക്കും. നോക്കൂ. ഓ സാധനം തീരാറായി, ഒരു 500 കൂടെ ഇടാം. പോയിട്ട് വേറെ എടുത്തുണ്ടോ? ആ സാധനം എന്ത് പറ്റി ഇവിടെ? എടാ നീ അകത്തോട്ടല്ലേ? ഷ്യാമേ എടാ എന്ത് പറ്റിയടാ? എടാ നീ ചെല്ല്. നിങ്ങൾക്കിപ്പോ സമാധാനമായ ആ പാവത്തിനെ കൊന്നപ്പോ? ഇത്ര തവണ വിളിച്ചു ഞാൻ നിങ്ങളെ. അപ്പൊ നിങ്ങൾക്ക് കുടിച്ചാ മതി. പോണ്ടേ? നിങ്ങളെ കാര്യങ്ങൾ നടക്കട്ടെ. പോക്കോ, പോയി കുടിച്ചോ, ഞങ്ങൾ നോക്കണം.